بسم الله الرحمن الرحيم بسم الله الرحمن الرحيم باب حلاوة الإيمان وبه قال الشيخ الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رحمه الله تعالى ونفعنا بعلومه وبصحيحه حدثنا محمد بن المثنى قال حدثنا عبد الوهاب الثقفي قال حدثنا أيوب عن أبي قلابة عن أنس رضي الله عنهم عن النبي صلى الله عليه وسلم أنه قال ثلاث من كن فيه وجد حلاوة الإيمان أن يكون الله ورسوله أحب إليه مما سواهما وأن يحب المرء لا يحبه إلا لله وأن يكره أن يعود في الكفر كما يكره أن يقذف في النار. ബഹുമാനപ്പെട്ട അസഹുൽ കുത്തുബി ബഅദ കിതാബില്ലാ വേദശേഷ മഹാസത്യപാതാരം എന്ന നമ്മുടെ ഈ ദർസിൻ്റെ 59-ാമത്തെ ദർസാണ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നാം ഓതുന്നത്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈമാനിൻ്റെ ഹലാവത്ത് ലഭിച്ച മഹത്തുക്കളുടെ കൂട്ടത്തിൽ നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ബാബു ഹലാവത്തിൽ ഈമാൻ. ഈമാൻ എന്ന ആ മഹാഫലവൃക്ഷത്തിൻ്റെ മധുരം അതിനെ ബയാൻ ചെയ്യുന്ന ബാബാകുന്നു. ഹലാ യഹ്ലു, ഹലാവത്ത്. കുറേ ലുഗത്തുകളുണ്ട്. ഹല എന്നുള്ളതിനക്ക് പല കോലത്തിൽ മസ്തർ വരും. അതിൻ്റെ ഹലാവത്ത് എന്ന മസ്തർ വരുന്ന ഇതാകുമ്പോഴാണ് മധുരം എന്നർത്ഥം വെക്കല്, കയ്പിൻ്റെ മുക്കാബലയിലുള്ളത്. وبه قال حدثنا محمد بن المثنى. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഹദ്ദസന മുഹമ്മദ് ബിനുൽ മുസന്ന. മുഹമ്മദ് ബിനുൽ മുസന്ന എന്നവർ നമുക്ക് ഹദീസ് പറഞ്ഞു തന്നു. നമ്മൾ കൂടെ വേറെയും ആളുകളുണ്ട്. ഈ സനദിലുള്ളത് 5 മഹാന്മാരാണ്. ഒന്നാമത്തെ ആളാണ് മുഹമ്മദ് ബിൻ മുസന്ന. ഇസ്മഫൂലിൻ്റെ വാക്കുകൊണ്ട് സന്ന യുസന്നി, അതിന് ഇസ്മഫൂൽ മുസന്ന. ഇബ്നു ഉബൈദ് ബിൻ ഖൈസ് ബിൻ ദീനാർ അബൂ മൂസൽ അനസി അൽ ബസരി അൽ മഅറൂഫ് ബിസ്സമിൻ. ബസറക്കാരനാണ്. അവർ അറിയപ്പെട്ടിരുന്ന പേര്, അദ്ദേഹത്തിൻ്റെ കാലക്കാരനാണ് വിളിക്കുന്നത് സമിൻ, വാദം പിടിച്ച് കൊഞ്ഞെടുക്കുന്ന ആള് എന്നാണ്. അവർ ആദ്യകാലത്ത് മുഹമ്മദ് ബിൻ മുസന്ന റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ ചെറുപ്പത്തിൽ വാദം പിടിച്ച് കുഴഞ്ഞു കിടന്ന് അനങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലുള്ള ആളായിരുന്നു. കയ്യും കാലൊക്കെ പൊന്തിയില്ലെങ്കിൽ ഇല്ല, അങ്ങനെ വളരെയധികം വാദത്തിലായിരുന്ന ആളാണ്. അവർ പറയുന്നുണ്ട്, ഒരു ദിവസം എനിക്ക് രാത്രി പാതിരാക്ക് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു വിളിയാളം, കയ്യുന്ന മാതിരി കയ്യും കാലും ഉയർത്തിയും കൊണ്ട് അല്ലാഹു തആലയോട് ദുആ ചെയ്യണം എന്ന്. അങ്ങനെ അവർ കയ്യും കാലും കയ്യുന്ന മാതിരി മുകളോട്ട് ഉയർത്തി ദുആ ചെയ്തു. ആ ദുആ ചെയ്തു, അവിടെ തന്നെ കിടന്നു. നേരം പുലരാനായപ്പം അവർക്ക് പൂർണ്ണ ആരോഗ്യവനായി.
പിന്നീട് അവർക്ക് വാദം ഉണ്ടായിട്ടേ ഇല്ല. അതാണ് അവരുടെ ശിഷ്യന്മാർ പലരും പറയും ജമീന് അവരെ വിളിക്കലുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അവർ ജമീനായത്, മറ്റേ വാദമാണ് അവർക്കുള്ളത്, ഞങ്ങളാരും ഒരു വാദത്തിൻ്റെ ഒരടയാളും അവർ കണ്ടിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. അതാ ഒരു ദുആയോട് കൂടെ സുഖായതാണ്. അവരുടെ ഉസ്താദന്മാർ ഇബ്നു ഉയൈന, സുഫിയാൻ ഇബ്നു ഉയൈന, വക്കീ ഇബ്നുൽ ജറാഹ്, ഇസ്മാഈൽ ഇബ്നു ഉലയ്യ, യഹ്യ അൽ ഖത്താൻ ഇങ്ങനെയുള്ള മഹാന്മാരാണ്. അവരുടെ ശിഷ്യന്മാരായിട്ട് അബൂ സുർഅണ്ട്, അബൂ ഹാത്തിമുണ്ട്, മുഹമ്മദ് ബിൻ യഹ്യ ദുഹലിണ്ട്, മഹാമിലുണ്ട്. ഇങ്ങനെയുള്ള മഹാന്മാരായ ധാരാളം ശിഷ്യന്മാരുമുണ്ട്. ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. സ്വഹീഹിൽ ധാരാളം പേര് പറഞ്ഞ മഹാനായതുകൊണ്ട് തന്നെ അവർ ഹദീസിന് യോഗ്യനാണ് എന്നുള്ള എനിക്ക് മറ്റൊരാൾ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. എന്നാലും ബഹുമാനപ്പെട്ട ഖത്തീബ് എല്ലാം പറഞ്ഞതാ കാന സിഖത്തൻ സബത്തൻ യഹ്തജ്ജു സായിറുൽ അയിമ്മത്തി ബിഹദീസിഹി. അവർ സിഖത്താണ്, സബത്താണ്, യാതൊരു പ്രശ്നങ്ങളും ഉദ്ധരിക്കപ്പെടാത്തവരാണ്. എല്ലാ ഇമാമിയങ്ങളും അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ബഗ്ദാദിലേക്ക് വന്നു ബസറയിൽ എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് കാര്യമായി ദർസെല്ലാം നടത്തിയതും ഹദീസ് പറഞ്ഞു കൊടുത്തതും. പിന്നെ ബസറയിലേക്ക് തന്നെ പോയി അവിടെ വെച്ചാണ് വഫാത്തായത്. ആ വഫാത്താകുന്നത് 252. അവർ ജനിക്കുന്നത് അമ്മാദ് ബിൻ സലമത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായ അതേ കൊല്ലം അന്ന് തന്നെയാണ് റാവികളിൽപ്പെട്ട ബഹുമാനപ്പെട്ട ബന്ദാർ എന്നവരും ജനിക്കുന്നത് 167. തുർമുദി ഇമാമ് അവരെ തൊട്ട് നേരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഒരാൾ വാസ്തവമുഖേനയും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ മഹാനാണ്. ധാരാളം ഹദീസ് അവരെ തൊട്ട് വാരിതായിട്ടുണ്ട്. രണ്ടാമത്തെ റാവി മുഹമ്മദ് മുസന്ന പറയാണ് ഖാല ഹദ്ദസനാ അബ്ദുൽ വഹാബ് അസ്സഖഫിയു. അബ്ദുൽ വഹാബ് അസ്സഖഫിയു എന്നവരാണ് രണ്ടാം നമുക്ക് ഹദീസ് പറഞ്ഞതെന്നാണ് മുഹമ്മദ് മുസന്ന പറഞ്ഞിട്ടുള്ളത്. ആ അബ്ദുൽ വഹാബ് ബിനു അബ്ദുൽ മജീദ് ബിൻ സ്വൽത്ത് ബിൻ അബി ഉബൈദ് ബിൻ ഹകം ബിൻ അബിൽ ആസ് ബിൻ ബിശ്ർ ബിൻ അബ്ദില്ലാ എന്നിവരാണ്. അവരുടെ കുടുംബപ്പേരടക്കം അങ്ങനെയാണ് പറയാ. സഖീഫ് ഗോത്രക്കാരനാണ് അവര്. യഹ്യൽ അൻസാരി, അയ്യൂബ് സഖ്തിയാനി ഇങ്ങനെയുള്ള വലിയ മഹാന്മാരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തവരാണ്. അവർ ശിഷ്യന്മാരായിട്ട് മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി ഇമാമുണ്ട്, ഇമാം അഹ്മദ് ഉണ്ട്, ഇബ്നു മഈൻ ഉണ്ട്, ഇബ്നുൽ മദീൻ ഉണ്ട്. ധാരാളം വലിയ വലിയ ആളുകൾ തന്നെ, വലിയ വലിയ പണ്ഡിത നിരകൾ തന്നെ അവർ ശിഷ്യന്മാരായിട്ടുണ്ട്. താനും വലിയ മഹാന്മാരാണ്. അബ്ദുൽ വഹാബ് സഖഫി റളിയല്ലാഹു അൻഹുവിനക്ക് വലിയ വലിയ മഹാന്മാരാണ്. എല്ലാവരും പറഞ്ഞത് അദ്ദേഹം ഹദീസിന് കൊള്ളുന്നവരാണ്, എല്ലാ നിബന്ധനകളും ഒത്തവരാണ് എന്ന്. അവർ ജനിക്കുന്നത് 108 ഹിജ്റ 108 ജനിച്ചു, 194 വഫാത്തായി. അവർ വഫാത്താകുന്നതിൻ്റെ അല്പം മുമ്പ്, 1 വർഷമോ 2 വർഷം 3 വർഷമോ 4 വർഷമോ മുമ്പ് ഹിഫ്ദിനിക്ക് ചെറിയൊരു കോട്ടം പറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ അവസാന കാലം ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഹദീസിനെ പറ്റി കൂടുതൽ പഠിക്കേണ്ടതുണ്ട് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ വഹാബ് സഖഫി റളിയല്ലാഹു അൻഹു. പിന്നെ മൂന്നാമത്തെ അവരുടെ ഉസ്താദായിട്ട് വരുന്നത് അയ്യൂബ് എന്നവരാണ്. അയ്യൂബ് സഖ്തിയാനി, അയ്യൂബിന് അബി തമീമ ഇസ്മുഹു കൈസാൻ അസഖ്തിയാനി അൽ ബസരി. അവർ ആദ്യം അടിമയായിരുന്നു, പിന്നീട് ഇത്കല്ലി അവർ സ്വതന്ത്രരാക്കിയതാണ്. അവർ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടുണ്ട്. അംർ ഇബ്നു സലമ എന്നൊരു തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബൂ ഉസ്മാൻ നഹ്ദിനെ തൊട്ട്, ഹസൻ ബസ്രിയെ തൊട്ട്, മുഹമ്മദ് ബിൻ സീരീനെ തൊട്ട്, അബൂ കിലാബ അബ്ദുല്ലാഹി ബിൻ സൈദ് അൽ ജിർമി എന്നൊരു തൊട്ട്, ഇബ്നു അബ്ബാസ് തങ്ങളുടെ പ്രധാന ശിഷ്യനായ മുജാഹിദ് എന്നൊരു തൊട്ടെല്ലാം ഹദീസ് റിപ്പോർട്ടുണ്ട്. വലിയ വലിയ ആളുകളെ തൊട്ട് അയ്യൂബ് സഖ്തിയാനി റിപ്പോർട്ട് ചെയ്യുകയും അനസ് റളിയല്ലാഹു അൻഹുവിനെ കാണുകയും ഹദീസ് പഠിക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ അവർ മഹാനായ താബിഈയാണ്. അവർ
അവരുടെ ശിഷ്യന്മാരായിട്ട് മുഹമ്മദ് ബിൻ സീരീൻ ഉണ്ട്, അംർ ബിൻ ദീനാർ ഉണ്ട് റളിയല്ലാഹു അൻഹും, ഖത്താദ, അഅ്മശ്, മാലിക് റളിയല്ലാഹു അൻഹു, സുഫിയാനു സൗരി ഉണ്ട്, സുഫിയാൻ ബിൻ ഉയൈനയും ഉണ്ട്, അതുപോലെ 2 ഹമ്മാദുകളുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല അയിമ്മത്തുൽ അർബഇൽപ്പെട്ട ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബൂ ഹനീഫ ഇമാം അവരെ സ്വഹാബി ആണോ അല്ല താബിയാണോ വ്യത്യാസമുള്ള മഹാനാണ്. ഏതായാലും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സ്വഹാബിയാണോ എന്നല്ല, നേരെ താബിയാണോ അല്ലേ. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു അവരുടെ ശിഷ്യനാണ്, ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനിക്ക് 800 ഹദീസുണ്ട്. അയ്യൂബ് സഖ്തിയാനിക്ക് 800 ഹദീസ് ഉണ്ട്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഇബ്നു ഉലയ്യ അവരെ സംബന്ധിച്ച് ചർച്ച പറഞ്ഞിട്ടുണ്ട്. അവര് പറഞ്ഞു ഇവർ ജനിക്കുന്നത് ഹിജ്റ 66 ഹിജ്റ 66. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അലി ഇബ്നുൽ മദീനി തൊട്ട് നക്കലായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ വഫാത്താകുന്നത് 131 വഫാത്താകുമ്പം അവർക്ക് 61 വയസ്സാണുള്ളത്. 4-മതായി ഈ ഹദീസിൽ വരുന്നത് അബൂ ഖിലാബ റളിയല്ലാഹു അൻഹു ആണ്. അയ്യൂബ് എന്നവരുടെ ഉസ്താദ് അയ്യൂബ് എന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബീ ഖിലാബ, അബൂ ഖിലാബ എന്നവരെ തൊട്ടാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് 4-മത്തെ ആള്. അബൂ ഖിലാബ കാഫിനിക്ക് ഗസ്ർ കൊണ്ടാണ് പറയുക, ഖിലാബ പാവുണ്ട്. അവരുടെ പേര് അബ്ദുല്ലാഹ് ഇബ്നു സൈദ് ഇബ്നു അംർ എന്നാണ് പേര്. അബ്ദുള്ള എന്നല്ല ആമിർ എന്നാണെന്നും അഭിപ്രായമുണ്ട്. അവരും ബസറക്കാരൻ തന്നെയാണ്. സാബിത്ത് ബിൻ ഖൈസ് ബിൻ ലഹാഖുൽ അൻസാരി, അനസ് ബിൻ മാലിക്കുൽ അൻസാരി വൈറഹും മിന സ്വഹാബ, സ്വഹാബത്തിൽ നിന്ന് കുറേ ആളുകൾ അവരും കണ്ടിട്ടുണ്ട്. റവാ അൻ അയ്യൂബ വ ഖത്താദ വ യഹ്യ ബിൻ അബീ കസീർ. അയ്യൂബ് റളിയല്ലാഹുവിനെ തൊട്ട് അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സനദിൽ അയ്യൂബ് എന്നവർ ഇവരെ തൊട്ട് ഇങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യാം, തിരിച്ചു മറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അയ്യൂബ് സഖ്തിയാനിയുടെ ശിഷ്യനുമാണ്. ഈ ഹദീസിൽ അയ്യൂബ് സഖ്തിയാനിയുടെ ഉസ്താദാണ് അബൂ ഖിലാബ. അതുപോലെ ഖത്താദ, യഹ്യ, ഇങ്ങനെ ഇബ്നു കസീർ, ഇങ്ങനെയുള്ള ധാരാളം യഹ്യ ഇബ്നു അബീ കസീർ തൊട്ടെല്ലാം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ വഫാത്താകുന്നത് ഷാമിലാണ് ഹിജ്റ 104. ധാരാളം ശിഷ്യന്മാരുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട അബൂ ഖിലാബ റളിയല്ലാഹു അൻഹു. 5-മതായി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അയ്യൂബ് അബൂ ഖിലാബ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അനസിൻ റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട്, അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ അൻ യകൂന അല്ലാഹു റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ വൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ് വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുക്ദഫ ഫിന്നാർ. സലാസുൻ, 3 കോലത്തിൽ അവിടെ ഇറാബ് വെക്കുക. സലാസുൻ എന്ന് പറഞ്ഞ് എനിക്ക് മുബ്തദയാക്കുക. സലാസുൻ, 3 കാര്യങ്ങളാകുന്നത്. മൻ കുന്ന, സലാസുൻ എന്ന് പറഞ്ഞാൽ നക്കിറാണ്. നക്കിറ മുത്തായത് എങ്ങനെ? വലാ യജൂസുൽ ഇബ്തിദാ ബിൻ നക്കിറ എന്നല്ല, നക്കിറ എങ്ങനെ മുത്തായത്? അവിടെ ശേഷത്തെ വെച്ച് ചിലപ്പോൾ തഖ്സീസ് ഉണ്ടായാൽ പറ്റും. അപ്പോൾ അടുത്ത് തൻവീന് മുദാഫിലിനോട്ട് പകരം വന്നതാണ്. അപ്പോൾ സലാസു ഖിസാലിൻ എന്നുണ്ടായിരുന്നത് 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങളാകുന്നത് മൻ കുന്ന ഫീഹി, മൻ വല്ലവനും കുന്ന 3 കാര്യങ്ങളായി ഫീഹി അവനിലുണ്ടായി കഴിഞ്ഞാൽ വജദ അവൻ എത്തിക്കും ഹലാവത്തൽ ഈമാൻ, ഈമാനാകുന്ന ആ ഫലവൃക്ഷത്തിൻ്റെ മധുരത്തെ എത്തിക്കും.
അത് ഖബർ മങ്കുന്ന ഫീ എന്നുള്ള ജുംല മുത്തീൻ ഖബറും കൂടെ ജുംല സലാസുൽ മുഖ്താര ഖബറാക്കുക. അതാണ് ഒരു തർക്കീബ്. രണ്ടാമത്തെ തർക്കീബ് മങ്കുന്ന ഫീഹി എന്ന് പറയുന്നത് സിഫത്താക്കുക. അപ്പം എന്താർത്ഥം വരും? സലാസുൻ, മൂന്ന് കാര്യങ്ങൾ. എങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളാണ്? മങ്കുന്ന ഫീഹി, ആ മൂന്ന് കാര്യങ്ങൾ ഒരുത്തനിലുണ്ടായിക്കഴിഞ്ഞാൽ വജദ ഹലാവത്തൽ ഈമാൻ, ഈമാനിൻ്റെ മധുരം അവനെത്തിക്കും. അങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾ. അപ്പം അത് മുഫ്തഹ് ഖബർ അയ്യക്കൂന എന്നുള്ളതാക്കുക. അയ്യക്കൂന അല്ലാഹു റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ് വഅൻ യക്റഹ അൻ യഉദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. അങ്ങനെയാവാ. മൂന്നാമത്തേത് കളയപ്പെട്ട മൂന്നാമത്തേത് സലാസുൻ എന്ന് പറയുന്നത് കളയപ്പെട്ട മൗസൂഫിന് സിഫത്താക്കുക. അപ്പോൾ എന്താർത്ഥം വരും? സലാസു ഖിസാലുൻ സലാസുൻ, മൂന്ന് കാര്യങ്ങൾ. ഖിസാലുൻ സലാസുൻ, മൂന്നായ കാര്യങ്ങൾ. മങ്കുന്ന ഫീഹി, മൂന്ന് കാര്യങ്ങളാകുന്നത് മങ്കുന്ന എന്നുള്ള ഖബറായിട്ട് അയ്യക്കൂൻ അല്ലാഹു റസൂലു എന്നുള്ളത് മൂന്നിലോട്ട് ഓരോന്നോരോന്ന് മറ്റേ ഒന്നിരിക്കൽ ബദൽ സലാസ് ബദലാക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക അഹദുഹ എന്ന് കൂട്ടിക്കൊടുത്തിട്ട് മഹദുഫാം തന്നെ ഖബറുവാക്കുക. ലാഹിർ തന്നെയാണ്. പക്ഷെ ഹദീസാകുമ്പം ഹദീസിനൊക്കെ പല ഇഹ്തിമാലുകൾ ഉണ്ടാകുമ്പം അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കണം. അപ്പോഴാണ് ഹദീസിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക, ഹദീസിൻ്റെ വ്യാപ്തികൾ മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ സലാസുൻ, മൂന്ന് കാര്യങ്ങൾ. മൻ കുന്ന ഫീഹി, ആ മൂന്ന് കാര്യങ്ങൾ അവൻ വല്ലവനും കുന്ന ഫീഹി, ആ മൂന്ന് കാര്യങ്ങളായി ഫീഹി അവനുണ്ടായിക്കഴിഞ്ഞാൽ വജദ അവൻ എത്തിക്കുന്നതാണ് അലാവത്തൽ ഈമാൻ, ഈമാനാകുന്ന മരത്തിൻ്റെ മധുരത്തെ എത്തിക്കുന്നതാകുന്നു. അവിടെ രണ്ടർത്ഥമാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഈമാൻ എന്നത് ഇവിടെ ഈമാനൊക്കെ ശോഭയുണ്ട്, ചുള്ളികളുണ്ട്, കമച്ചങ്ങളുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഈമാനാകുന്ന മരത്തിൻ്റെ ഫലമരത്തിൻ്റെ പഴം കായ്ച്ചിട്ട് ആ പഴത്തിൻ്റെ മധുരം എത്തിക്കും. അതാണ് ഒരു മാന. ഈമാനാകുന്ന ഫലവൃക്ഷത്തിൻ്റെ മധുരത്തെ എത്തിക്കും. മറ്റൊന്ന്, ഈമാൻ എന്ന് പറയുന്നത്, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു മനുഷ്യൻ, ഈ മുഅ്മിനായ മനുഷ്യൻ, അവനിക്ക് പല അവസ്ഥകളുണ്ടാകും. അവൻ്റെ അവസ്ഥകളെ സൂചിപ്പിച്ചുകൊണ്ടാണ് ആ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറയുന്നത് അതിനൊരിക്കലും കയ്പില്ല. ഈമാന് മധുരേ ഉള്ളൂ. ചില മരത്തുമ്മൽ കായ്ക്കുന്ന കായ്കൾക്ക് അത് ചെറുതാവുമ്പം കയ്പും പിന്നീട് മധുരം ഉണ്ടാകുക. പഴുപ്പായാൽ മാത്രമേ മധുരം ഉണ്ടാവുള്ളൂ. ചിലത് പുളിക്കും പല രൂപത്തിലുണ്ടാവും. എന്നാൽ ഈമാൻ എന്ന് പറയുന്ന ആ വസ്തു വലിയ മധുരമുള്ളതാണ്. ഈമാനിക്ക് മധുരേ ഉള്ളൂ. പക്ഷെ ആ മധുരം ലഭിക്കുന്ന മനുഷ്യന്മാർ പല രൂപത്തിലാണ് ലഭിക്കണമെങ്കിൽ. ഇമാമിങ്ങൾ പറയുന്നത്, ഒരാൾക്ക് മഞ്ഞപ്പിത്തമുള്ള മനുഷ്യന് ആ മഞ്ഞപ്പിത്തം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ അവനിക്ക് പഞ്ചസാരയുടെ മധുരം നുകരാൻ സാധ്യമല്ല. പഞ്ചസാരക്ക് എപ്പോഴും മധുരാണുള്ളത്. പക്ഷേ അത് കഴിക്കുന്ന ആള് മഞ്ഞപ്പിത്ത രോഗിയായി കഴിഞ്ഞാൽ അവനിക്ക് അതിൻ്റെ മധുരം കിട്ടില്ല, അവനിക്ക് കയ്പായി തോന്നും. ആ കയ്പായി തോന്നും ഓൻ്റെ ശരീരത്തിലേക്ക് രോഗമുണ്ട് എന്നുള്ളത് കൊണ്ടിട്ടാണ്. പിന്നെ ആ രോഗത്തിലേക്ക് എത്രത്തോളം ചികിത്സകൾ നൽകുന്നോ ആ ചികിത്സകൾ നൽകി രോഗം സുഖമായി പൂർണ്ണ ആരോഗ്യവാനായി മാറി. അപ്പം എനിക്ക് പൂർണ്ണ മധുരം അവനക്ക് കിട്ടും. എന്ന മാതിരി ഈ ഒരു മരുന്നിൻ്റെ
ഒരു മനുഷ്യനിക്ക് രോഗം മാറാൻ, പൂർണ്ണമായി രോഗം മാറുന്ന രോഗമുള്ള രോഗി, ആ രോഗിയുടെ സ്ഥിതി എന്താ? ഇബ്നു ഹജർ അൽ അസ്കലാനി തങ്ങൾ ഫത്ഹുൽ ബാരി വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു രോഗിയായ മനുഷ്യനിക്ക് അവനിക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ ചിലപ്പോൾ ഓപ്പറേഷൻ ആയിരിക്കും നിർദ്ദേശിക്കുന്നത്. അത് തന്നെ ബോധം കെടുത്തിയിട്ടുള്ളതാവാം, അല്ലെങ്കിൽ ബോധം കെടുത്താതെയാവാം, ചിലത് ധരിപ്പിക്കാതെയാവാം. പല രൂപത്തിലുള്ള മരുന്നുകൾ അവനിക്ക് കൊടുക്കും. ചിലപ്പോൾ ഇഞ്ചക്ഷൻ ആവാം, ചിലപ്പോൾ വളരെ കയ്പുള്ള ഗുളിക മരുന്നുകളാവാം. ഇങ്ങനെ മരുന്നുകൾ, നിർദ്ദേശങ്ങൾ, ചികിത്സ നിർദ്ദേശിക്കുമ്പോൾ അത് അതൊരു ചികിത്സയാണ് എന്ന് പരിഗണിച്ചും കൊണ്ട് അതൊരു മനുഷ്യന്റെ ശരീരത്തിനെ ഉപദ്രവിക്കുന്നതാണ്, വേദനിപ്പിക്കുന്നതാണ് നോക്കുമ്പോൾ അവനക്കത് വെറുപ്പാണ്. ആ കാര്യങ്ങൾ അവനക്ക് ചെയ്യാൻ സാധ്യമല്ല, ഉൾക്കൊള്ളാൻ സാധ്യമല്ല. അത് കേൾക്കുമ്പോഴേക്കും അവൻ ബേജാറാവും, അവൻ ദുഃഖിക്കും, അവൻ കരയും. അവൻ മരുന്ന് വരുമ്പോഴേക്ക് സൂചുമായി സിസ്റ്റർമാർ വരുമ്പോൾ അവൻ വേവരാതിപ്പെടും. മരുന്ന് കുടിക്കുന്നത് ഓർത്തിട്ട് കരയും, ബേജാറാവും. ആ സമയം ആവുന്നത് അവനക്ക് ഓർക്കാൻ കഴിയാത്ത അവസ്ഥ വരും. ഇതുപോലെയാണ് ഈമാൻ, ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട ഓരോരോ മുക്കത്ത് ഖലീഫ എന്ന കാര്യങ്ങളും. അതുകൊണ്ടാണ് മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ തന്നെ വിഷമുള്ള കാര്യം ഏൽപ്പിക്കുന്നത് കൊണ്ടിട്ടാണ്. പക്ഷേ ആ കാര്യങ്ങൾ ഒരാൾ ചെയ്ത് അതിൻ്റെ ഗുണം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാനൊരു മനുഷ്യനായി ജീവിക്കണമെങ്കിൽ, എനിക്ക് വിഷമമില്ലാതിരിക്കണമെങ്കിൽ, എൻ്റെ ശരീരം ആരോഗ്യവാനാവണമെങ്കിൽ 24 മണിക്കൂറോ അതിൽ കൂടുതലോ ബോധം കെട്ടുകൊണ്ട്, അതിൻ്റെ ബോധം വന്നതിൻ്റെ ശേഷം ധാരാളം ദിവസങ്ങൾ വേദന സഹിക്കേണ്ട കുറ്റം വരുന്ന ഓപ്പറേഷൻ എനിക്ക് ആവശ്യമാണ്, അതുകൊണ്ട് എൻ്റെ ആരോഗ്യം നിലനിൽക്കുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമ്മതിക്കുകയാണ് മാനസികമായിട്ട്. അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ, അവൻ ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവനിക്ക് പൂർണ്ണ ആരോഗ്യം വരും, അവനിക്ക് നല്ല സന്തോഷം വരും. എന്നതുപോലെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആ ഈമാനിൻ്റെ ആ മധുരത്തിലേക്ക് അവൻ എത്താൻ, അവൻ പൂർണ്ണമായി ആ ഇസ്ലാമിൽ മൂമിനായി ആരോഗ്യവാനാകുന്നത് അവനിക്കുള്ള അവസ്ഥ, അത് 3 കാര്യം കൂടി അവന് കിട്ടുമ്പോഴേ ഉള്ളൂ. മറ്റുള്ളത് മുഴുവൻ ചെയ്യലോട് കൂടെ അത് എത്തിപ്പെടാൻ അവനിക്ക് നല്ല പ്രയാസമുണ്ടാകും. ചില ആളുകൾക്ക് അവരമ്പൾ തന്നെ എത്തും, ചില ആളുകൾക്ക് പിന്നീടായിരിക്കും. അവരവരുടെ ശരീരത്തിൻ്റെ ഘടന അനുസരിച്ച് വരും. ഒന്ന്, അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂലും അവനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാവണം. എന്തിനേക്കാൾ? മിമ്മാ സിവാഹുമാ, അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂലും എല്ലാത്ത എന്തുണ്ടോ അത് എല്ലാത്തിനേക്കാളും അവനിക്ക് ഏറ്റവും തൃപ്തി അല്ലാഹുവും റസൂലായി വരണം. ഈ അല്ലാഹുവും റസൂലും അവനിക്ക് ഏറ്റവും തൃപ്തി ഉള്ളതായി വരണം. ഒന്ന്. രണ്ടാമത്തത് വഅയ്യുഹിബ്ബൽ മർആ, ഒരു മനുഷ്യനെ സ്നേഹിക്കലാണ്. ലാ യുഹിബ്ബുഹു, ആ മനുഷ്യനെ ഇവൻ സ്നേഹിക്കുന്നില്ല ഇല്ലാ ലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വജ്ഹിന് വേണ്ടി അല്ലാതെ സ്നേഹിക്കുന്നില്ല. അവനിക്ക് ആരെ സ്നേഹിക്കുന്നുണ്ടോ ആ സ്നേഹിക്കുന്നത് മുഴുവൻ അല്ലാഹു തആലാന്റെ മഖ്ലൂഖാണ്. അല്ലാഹു അവനിക്ക് ഗുണം ചെയ്യാൻ കൽപ്പിച്ചതിൻ്റെ പേരിലാണ്, അല്ലാഹു അവനെ സ്നേഹിക്കാൻ പറഞ്ഞതാണ്, അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ ഒരു അടിമയാണ് എന്നുള്ള നിലയ്ക്ക് സ്നേഹിക്കുന്നുള്ളൂ. ആ നിലയ്ക്ക് സ്നേഹിക്കുക. മഹാൻ ഫത്ഹുൽ ബാരിയെല്ലാം പറയുന്നത് അതിൻ്റെ അടയാളം, ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നത് അല്ലാഹുവിനിക്ക് വേണ്ടിയിട്ടാണ് എന്നതിൻ്റെ അടയാളം, ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തി ഇവനിക്ക് ഗുണം ചെയ്താലോ ഇവൻ്റെ സ്നേഹം കൂടുന്നില്ല. അവൻ ഇവനെ വെറുപ്പിക്കുന്ന എന്ത് തന്നെ ചെയ്താലും ഇവനിക്ക് സ്നേഹം കുറയുന്നില്ല. അവൻ്റെ വക്കൽ നിന്ന് ഇവൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നർത്ഥം. അവൻ്റെ ബിർറും അവനിക്ക് സമമാണ്, അവൻ്റെ ദോഷങ്ങളും ഉപദ്രവവും ഇവനിക്ക് സമമാണ്. ഇവൻ അവനെ സ്നേഹിക്കുന്നു. അല്ലാഹു തആലാന്റെ ഒരു മഖ്ലൂഖാണ്, അല്ലാഹു തആലാന്റെ ഒരു അടിമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് അനുഗ്രഹം ചെയ്യുന്നുണ്ട്. അല്ലാഹ് ധാരാളം അനുഗ്രഹം ചെയ്യുന്ന ആ മനുഷ്യന് ഞാൻ സ്നേഹിക്കുന്നത് എനിക്കെന്ത് തടസ്സമാണുള്ളത്? അല്ലാഹ് അധികരിക്കണവനക്കും അവൻ ഉപകാരം ചെയ്യുന്നില്ലേ? അല്ലാഹ് ഉപകാരം ചെയ്യുന്നില്ലേ?
പിന്നെ എന്തിനാ ഞാൻ അതിനെ എന്നെ ഉപദ്രവിച്ചു, എന്നെ ഓൻ സ്നേഹിച്ചു, രണ്ടിൻ്റെ പേരിൽ ഞാൻ എന്തിനോട് വെറുക്കണം? ആ ഒരു ചിന്താഗതി ഉണ്ടാകുക. ഏത് മനുഷ്യനെ അവൻ സ്നേഹിക്കുന്നോ ആ സ്നേഹിക്കുന്നത് അള്ളാഹുവിൻ്റെ വജഹിന് വേണ്ടിയാണ്. അള്ളാഹു തആല പ്രത്യേകം സ്നേഹിക്കാൻ വേണ്ടി പറഞ്ഞ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുണ്ട്, അള്ളാഹുവിൻ്റെ മഹാന്മാരുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കളുണ്ട്. അവരെ സ്നേഹിക്കുന്നതും അള്ളാഹുവിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ അവൻ്റെ ഏത് മനുഷ്യനുള്ള സ്നേഹമുണ്ടോ അത് മുഴുവനും അള്ളാഹുവിന് വേണ്ടി. അവരുടെ ഗുണത്തിലേക്കോ ദോഷത്തിലേക്കോ അവൻ തിരിഞ്ഞു നോക്കുന്നില്ല. മൂന്നാമത്തത് വയക്റഹ, അവൻ മറക്കലുമാണ്, അവൻ വെറുക്കലാണ്. അയ്യഊദ, അവൻ മടങ്ങലിന് ഫിൽ കുഫ്രി, കുഫ്റിലേക്ക്, ഫീക്കിലിൻ്റെ മാന കുഫ്റിലേക്ക് മടങ്ങലിന് അവൻ വെറുക്കലാണ്. കമാ യക്റഹു, അവൻ വെറുക്കും പോലെ, അയ്യുക്ദഫ, അവനെ എറിയപ്പെടലിന് ഫിന്നാർ, തീയിലേക്ക് എറിയപ്പെടൽ ഒരു മനുഷ്യനിക്ക് എത്രത്തോളം വെറുപ്പാണോ അത്രത്തോളം വെറുപ്പായി വരണം. അവൻ കുഫറിലേക്ക് മടങ്ങുക എന്ന് പറയുന്നത്, അവൻ കാഫിറാകുക എന്ന് പറയുന്നത് അത്രത്തോളം വെറുപ്പായി വരണം. ഈ 3 കാര്യങ്ങളാണ് അള്ളാഹുവും റസൂലും അവനിക്ക് മറ്റുള്ള എല്ലാത്തിനേക്കാളും മഹബാകുക. മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാകുക. അവനിക്ക് അവരോട് ഇവൻ ചെയ്തു കൊടുത്ത ഒരു ഗുണവും അവൻ എടുത്തു പറയുന്നില്ല. അവൻ ചെയ്തു കൊടുത്തു, അള്ളാഹു തആല ഓൻ്റെ അടുത്ത് കൊടുത്തു, അത് ഓൻ ചെയ്തു. അള്ളാഹ് കൽപ്പിച്ചു ഗുണം ചെയ്യാൻ, ഓൻ അത് ചെയ്തു. അതിൻ്റെ പേരിൽ അവനെയോ ആരോടോ ഒരു ദേഷ്യവും അവനിക്കില്ല. വളരെ സ്നേഹമാണ്, സ്നേഹം അള്ളാഹുവിൻ്റെ വജഹിന് വേണ്ടിയാണ്. അതുപോലെ അവൻ കാഫിറാവലിനെ പറ്റി ഓനക്കത് ചിന്തിക്കാൻ പോലും കഴിയൂല. ഏത് പ്രകാരം നരകത്തിലിടുന്നത്, തീയിലിടുന്നത്, നരകല്ല തീയിലേക്ക് അവനിടുന്നത് എത്രത്തോളം അവനിക്ക് വെറുപ്പാണോ അതുപോലെ. അള്ളാഹുവും റസൂലും ഒരു മനുഷ്യനിക്ക് അഹബ്ബാകുക. ഈ അഹബ്ബാകുക എന്ന് പറഞ്ഞത് ഇമാം ബൈളാവി പറയുന്നതായിട്ട് ഫത്ഹുൽ ബാരി ഉദ്ധരിക്കുന്നു. അത് ഇൻഫിആലായി വരുന്ന ഒരു ഹുബ്ബല്ല. അത് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞതിന് മുമ്പത്തെ ഹദീസ് പറഞ്ഞു, അത് ഇമാമിങ്ങൾ പറയുന്നുണ്ട്. കാരണം ഹുബ്ബ് എന്ന് പറയുന്നത് അവൻ ഒരാൾ ഉദ്ദേശിച്ചാൽ മാത്രം വരുന്നതല്ല, അത് വന്നു പോകുന്ന ഒന്നാണ്. എന്നാൽ ആ ഹുബ്ബ് ഇവൻ വരുത്തുന്ന ഹുബ്ബാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നല്ലാതെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതിയാൽ ചിലപ്പോൾ ചിലതിന് അവനിക്ക് വല്ലാത്ത ഇഷ്ടം വന്നേക്കാം. ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ പ്രേമം എന്ന് പറയുന്ന അതല്ല ഇവിടുത്തെ ഹുബ്ബ്. പ്രേമം അതിനോട് താപിയായി വരുന്ന ഒന്നാണ്. എന്താണ് ഹുബ്ബ്? അൽ മുറാദു ബിൽ ഹുബ്ബി ഹുനാ അൽ ഹുബ്ബുൽ അഖലിയുല്ലദീ ഹുവ ഈസാറു മാ യഖ്തദിൽ അഖ്ലു സലീമു റുജ്ഹാനഹു വഇൻ കാന അലാ ഖിലാഫി ഹവൻ നഫ്സി. ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തീരുമാനിച്ചതായ കാര്യങ്ങൾ അത് നല്ല ബുദ്ധിയോട് കൂടെ ചിന്തിച്ചാൽ ആ ബുദ്ധി ഇവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ ആണ് ഇവിടെ ശരി, അതാണ് ഞാൻ അനുസരിക്കേണ്ടത്. അതിൻ്റെ ഉള്ള്, അതിൻ്റെ ശാസ്ത്രീയ വശം, അതിൻ്റെ നന്മയും തിന്മയുടെയും ഭാഗങ്ങൾ എനിക്ക് തിരിഞ്ഞാലും തിരിഞ്ഞിട്ടില്ലെങ്കിലും അത് അല്ലാഹ് പറഞ്ഞില്ലേ അതന്നെയാണ് ശരി എന്നുള്ള ചിന്തയിലേക്ക് മനസ്സെത്തിപ്പെടണം. അത് അവൻ്റെ ഇഷ്ടത്തിനേക്ക് എതിരാണെങ്കിലും ശരി. ഇന്നത്തെ പല മുബ്തദീങ്ങൾ അല്ലെങ്കിൽ പല കാര്യവും തിരിയുന്ന ആളുകളായിട്ട് ബുദ്ധിമാന്മാരായി അറിയപ്പെടുന്ന പലരും പറയും, ഞാൻ എനിക്ക് ഒത്തതേ ഞാൻ അംഗീകരിക്കുള്ളൂ, എൻ്റെ മനസ്സാക്ഷിക്കൊത്തതേ ഞാൻ അംഗീകരിക്കുള്ളൂ. ഖുർആൻ പറഞ്ഞു എന്ന നിലക്കോ ഹദീസ് പറഞ്ഞു എന്ന നിലക്കോ അല്ലെങ്കിൽ ഫുഖഹാ ഒരു കാര്യം സ്ഥിരപ്പെടുത്തിയ നിലക്കോ ഞാൻ അംഗീകരിക്കൂല, എനിക്ക് ബോധ്യപ്പെടണം. അതാണ് അല്ലാഹു റസൂലും അഹബ്ബല്ല. അവനിക്ക് ഏറ്റവും അഹബ്ബ് ഓനെ തന്നെയാണ്, ഓന് ബോധ്യപ്പെടണത്. അല്ലാഹുവും റസൂലും പറഞ്ഞു എന്നേക്ക് അംഗീകരിക്കൂല. അങ്ങനെ ആയാൽ ഓ മുസ്ലിമേ അല്ല, ഓൻ കാമില മുസ്ലിം എന്നല്ല, ഓ മുസ്ലിം എന്നല്ല, ഇസ്ലാം എന്ന് പുറത്തു പോകും. മുഴുവനും അല്ലാഹു തആലക്ക് അംഗീകരിച്ചു കൊടുക്കണം. അത് അഹബ്ബായി വരലാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ഹലാവത്ത് ലഭിക്കണമെങ്കിൽ അഹബ്ബായി വരണം. രോഗിയുടെ ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ രോഗിയുടെ ഉദാഹരണം പറയുന്നുണ്ട്. രോഗിക്ക് ഓപ്പറേഷന് വേണ്ടി അവൻ്റെ മുതലും എല്ലാം വിറ്റ് കഴിയുന്നവരോടെല്ലാം കടം വാങ്ങി അതിനും കഴിയാത്തവരാണെങ്കിൽ സഹായം തേടി
അങ്ങനെ ഓൻ്റെ ശരീരത്തിന് കീറാൻ വേണ്ടി തയ്യാറായി കൊടുക്കും. എന്തിന്? അതിൻ്റെ ഗുണം ഓൻ അനുഭവിച്ചറിയുമ്പോൾ, ഈ ഗുണം മനസ്സിലാക്കിയതിൻ്റെ പേരിൽ. എന്ന മാതിരി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കണക്കായിദാ ഫൈദാ തഅമ്മലൽ മർഉ أن الشارع لا يأمر ولا ينهى إلا بما فيه صلاح عاجل أو خلاص عاجل. ദുന്യവിയായോ ഉഖ്റവിയായോ നന്മ ഉള്ളത് കൊണ്ടിട്ടല്ലാതെ അല്ലാമുൽ ഗുയൂബായ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയില്ല. അങ്ങനെ ഇവനിക്ക് അതിൻ്റെ പിന്നിൽ ഉപദ്രവമുള്ളതിനല്ലാതെ നിരോധിക്കുകയുമില്ല എന്ന് ഓൻ അറിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ആണ് കാര്യം പറയുന്നത്. ഇന്ന കാര്യം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്തേ പറ്റൂ എന്ന് പറയുന്നത് അള്ളാഹു ആണ്. അള്ളാഹു ഓരോന്നിനെ പറ്റി ഉള്ളറിയുന്നവനാണ്, അവൻ ഹക്കീമാണ്. എനിക്കത്ര മാത്രം ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞൊരു വിഷയം അംഗീകരിച്ചേ പറ്റൂ എന്ന തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ തമറന അലൽ ഇഅ്തിമാരി ബിഅംരിഹി ബിഹൈസു യസീറു ഹവാഹു തബഅല്ലാ. ഇമാം ബൈലാവിയാണ് ഈ പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ അംഗീകരിക്കാൻ അവൻ്റെ ശരീരത്തിന് അതിനിക്ക് ശീലിപ്പിക്കുകയും അവൻ്റെ മനസ്സ് അതിനിക്ക് അംഗീകരിക്കുന്നില്ലെങ്കിൽ അതിനെ പിന്തള്ളിയും കൊണ്ട് അവൻ്റെ മനസ്സാക്ഷിയെ ഒഴിവാക്കിയും കൊണ്ട് അള്ളാഹുവിന് തീരുമാനം അവൻ അംഗീകരിക്കും. അഖലിയായ രസം അതുകൊണ്ട് അവനക്ക് ലഭിക്കുകയും ചെയ്യും. രസം എന്ന് പറഞ്ഞാൽ വായ കൊണ്ട് കിട്ടുന്നതാണ് ഹിസ്സിയായ രസം. ആ രസമല്ല ഇവിടെ ഉണ്ടാകുന്നത്. അവനിക്ക് വല്ലാത്ത രസം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ വഴിപ്പെടാൻ, അവനിക്ക് വല്ലാത്ത ആവേശം അള്ളാഹു വിരോധിച്ചതിനെ വിരോധിക്കാൻ. കാരണം അഖലിയായ രസം എന്ന് പറഞ്ഞാൽ ഇദ്റാഖു മാ ഹുവ കമാലുൻ വ ഖൈറുൻ, ഖൈറും കമാലുമായതിനെ ഉൾക്കൊള്ളുക. മിന്നൈസു ഹുവ കദാലിക, അത് ഖൈറാണ്, അത് കമാലാണ് എന്നതിൻ്റെ പേരിൽ. കണ്ടോ, ഇതിനേക്കാണ് ഹലാവത്ത് എന്ന് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ പിന്നിൽ അത് ചെയ്ത് 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 അതൊരു രസമായി വാരണം. തേനീച്ചകൾ തേനുള്ള പൂവിൻ്റെ മധുരമുള്ള പൂവ് നുകരാൻ വേണ്ടി അതിൻ്റെ പിന്നിൽ തന്നെ വട്ടമിട്ട് പറക്കുന്നത് പോലെ പക്ഷികൾ മധുരമുള്ള അവർക്ക് ഇഷ്ടമുള്ള പഴുത്ത പഴത്തിൻ്റെ പിന്നിൽ അത് കൊത്തിയെടുക്കാൻ വേണ്ടി അതിൻ്റെ ചുറ്റുഭാഗം വട്ടമിട്ട് പറന്ന് അതിന് ലഭിക്കുന്ന അവസരം നോക്കി അതിലേക്ക് ഓടി വീഴുന്നത് പോലെ തേനീച്ചകളെപ്പോലെയും പൂമ്പാറ്റകളെപ്പോലെയും പക്ഷികളെപ്പോലെയും ചെറിയ വിദ്യാർത്ഥികളെ കുട്ടികളെപ്പോലെയും അവർക്ക് ഇഷ്ടമുള്ളത് നുകരാൻ വേണ്ടി പിന്നിൽ കൂടുന്നത് പോലെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, അല്ലാഹു തആലാന്റെ നിയമങ്ങൾ അത് അനുസരിക്കാൻ, അത് പ്രാബല്യത്തിൽ വരുത്താൻ, അതിൻ്റെ വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കാൻ അത് വളരെ ആവേശത്തോടു കൂടെ വലിയ രസത്തോടു കൂടെ അതിൻ്റെ പിന്നിൽ തന്നെ കൂടുന്നവൻ അതല്ലാത്തൊന്ന് പറഞ്ഞാൽ അവനക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ എത്തുക. ഇതിൻ്റെ മധുരത്തിൻ്റെ പിന്നിൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് ദീനിന് വേണ്ടിയിട്ട് ഷഹീദാവണം എന്നുണ്ടെങ്കിൽ അതിന് തെളിവ് ശരിയാണ്, അവനക്കത് ബേജാറില്ല. ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഒരു പേടിയില്ല അതിൻ്റെ വിഷയത്തിനെ പറ്റി. വലാഹും യഹ്സനൂൻ, അവർക്കൊരു മുസിപ്പുമില്ല. കാരണം ഇതാണ് അവർക്ക് രസം. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടി, റസൂലുള്ളാഹിൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടി, റസൂലുള്ളാഹിനെ അംഗീകരിക്കാൻ വേണ്ടി അവർക്ക് പിന്നീട് മറ്റുള്ള എല്ലാം വളരെ നിസ്സാരമായി തോന്നി. ഇതിൻ്റെ മാധുര്യം ഉള്ളിൽ കടന്നു. അതിൻ്റെ പിന്നിൽ അവൻ അതിൻ്റെ സംരക്ഷകനായും കൊണ്ട്, അതിൻ്റെ പ്രചാരകനായും കൊണ്ട്, അതുകൊണ്ട് പ്രവർത്തിക്കുന്നവനായും കൊണ്ട്, അതിൻ്റെ എതിരായി ഒന്നും ചെയ്യാത്തവനായും കൊണ്ട് ആ രസത്തിൽ നിന്ന് പിന്മാറാൻ അവൻ തയ്യാറില്ല. അത് രസം ഉൾക്കൊള്ളണം. ഈ ഒരു മഹബത്ത് വരുമ്പോഴാണ് അവനക്ക് യഥാർത്ഥത്തിൽ ഹലാവത്തുൽ ഈമാൻ ലഭിക്കുക. ഹലാവത്തുൽ ഈമാൻ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവനിക്ക് ഇസ്ലാമിൻ്റെ വിഷയത്തിൽ ഓനെ സംബന്ധിച്ച് മുക്കല്ലഫ് എന്ന് വരെ പറയാൻ പറ്റിയ അവസ്ഥയിലല്ല. കാരണം തക്ലീഫായിട്ട് ഓനൊന്നും തോന്നൂല. തക്ലീഫ് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രയാസമുള്ള കാര്യത്തെ എഴുൽപ്പിക്കൽ. ഇൽസാമു മാഫീഹി കുൽഫ, വിഷമമുള്ള വിഷയത്തെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുക. ആ ഒരവസ്ഥയിൽ നിന്ന് ഒരാൾ മാറും.
പിന്നീട് അതെല്ലാം ചെയ്യൽ അവനിക്ക് വളരെ രസത്തോടു കൂടെ, ആനന്ദത്തോടു കൂടെ, ആവേശത്തോടു കൂടെ, എത്ര കൊടും തണുപ്പാണെങ്കിലും, എത്ര പ്രയാസങ്ങളാണെങ്കിലും, മറ്റുള്ളവർക്ക് പ്രയാസമാണെങ്കിലും, മറ്റുള്ളവർക്കത് കൊടും തണുപ്പാണെങ്കിലും പ്രയാസമാണെങ്കിലും അതിൽ തണുത്ത പച്ചവെള്ളം കൊണ്ട് wudu ചെയ്തും കൊണ്ട് അവനിക്ക് പള്ളിയിലേക്ക് സുബഹിക്ക് ജമാഅത്തിന് അവിടെ എത്തിപ്പെടാൻ യാതൊരു പ്രയാസമില്ല. രാത്രി തറാത്ത ഹജ്ജ് നിസ്കരിക്കൽ അവനിക്കത് ആനന്ദമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതുപോലെ ജുലത്ത് ഖുറത്തു ഐനി ഫിസ്സലാ എന്ന് പറഞ്ഞതുപോലെ അവനിക്കത് വളരെ രസമായി വരിക. ശറഅ് കൽപ്പിച്ച ഏത് കാര്യമുണ്ടോ അത് മുഴുവനും ചെയ്യാൻ അവർക്ക് എളുപ്പം. ശറഅ് വിരോധിച്ച ഏത് കാര്യമുണ്ടോ അതെല്ലാം ഒഴിവാക്കാൻ അവർക്ക് രസം. അവനിക്ക് അവൻ്റെ താല്പര്യം നട്ടൊന്നും ഇല്ലാത്ത അവസ്ഥ. ഇതാണ് ഹലാവത്തുൽ ഈമാൻ. ഹലാവത്തുൽ ഈമാൻ ലഭിക്കാൻ അതിൻ്റെ മാനദണ്ഡം ഈ 3 കാര്യങ്ങളാണ്. അതെന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട ഫത്ഹുൽ ബാരി ഇമാം ബൈളാവിയുടെ നക്കലായി പറയുന്നു, വഇന്നമാ ജുഇല ഹാദിഹിൽ ഉമൂറു സലാസത്തു ഇൻവാനൻ ലികമാലിൽ ഈമാൻ ലിഅന്നൽ മർആ. ഇത് 3നെയും കമാലുൽ ഈമാൻ ലഭിച്ചു. ആ ഈമാനിൻ്റെ മധുരം നുകരുന്ന അവസ്ഥയിലേക്കെത്തി. അതാക്കാനുള്ള കാരണം ഒരു മനുഷ്യൻ അവൻ ചിന്തിച്ചു, യഥാർത്ഥത്തിൽ അനുഗ്രഹം ചെയ്യുന്നവൻ, ബിദാത്ത് അനുഗ്രഹം ചെയ്യുന്നവൻ അള്ളാഹു മാത്രമാണ്. മറ്റുള്ളവരെല്ലാം അള്ളാഹു പടച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും നക്കൽ ചെയ്യുന്നവർ മാത്രമാണ്. യഥാർത്ഥത്തിൽ മുൻഇമുൻ ഹഖീഖി ബിദാത്ത് അള്ളാഹു മാത്രമാണെന്ന് മനസ്സിലാക്കുകയും എല്ലാം നൽകുന്നവനും എല്ലാം തടയുന്നവനും അള്ളാഹു മാത്രമാണെന്നും അള്ളാഹു അല്ലാത്തതെല്ലാം അല്ലാത്തതെല്ലാം അള്ളാഹ് പടച്ചു വച്ചത് ലഭിക്കലിനുള്ള വസീത്തകളാണ്, ദല്ലാലന്മാരാണ്, മധ്യസ്ഥന്മാരാണ്, ഇടയാളന്മാരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ളത് ഏത്, ഇഷ്ടമില്ലാത്തത് ഏത് എന്ന് ബയാൻ വിശദീകരിച്ചു തരുന്നവർ അല്ലാഹുവിൻ്റെ റസൂലാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ പൂർണ്ണമായും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കും റസൂലിലേക്കും മുന്നിടുകയും മാത്രവുമല്ല ലോകത്തുള്ള ഏതെല്ലാം വസ്തുക്കളെ അവൻ സ്നേഹിക്കുന്നോ അതെല്ലാം സ്നേഹിക്കുന്നത് അല്ലാഹുവിന് വേണ്ടി മാത്രമാവുകയും ചെയ്യും. മാത്രവുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ മുഴുവനും സത്യമാണ്, ഹക്കാണ്, അത് ഉള്ളതാണ് എന്നവൻ വരുമ്പോൾ ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം, അതുപോലെയുള്ള അല്ലാഹുവിൻ്റെ ലിഖാഹ്, ഹൗദുൽ കൗസർ, ഇങ്ങനെയുള്ള ഖബറിലുള്ള സുഖങ്ങൾ ഇതെല്ലാം ഉള്ളതുപോലെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനിക്ക് ബോധ്യപ്പെടും ഇവിടെയുള്ള സൽക്കർമ്മങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് അടക്കാൻ, അല്ലാഹു തആലയിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവനിക്ക് കുഫ്ർ എന്ന് പറയുന്നത് ഈ എല്ലാ നിഅമത്തിനെയും തടയുന്നതാണെന്ന് ബോധപ്പെട്ടാൽ തീയിലിടുന്നതിനേക്കാളും അവനിക്ക് വെറുപ്പായി വരികയും ചെയ്യും. ഈ അങ്ങനെയാണ് ഇത് 3മാണ് അതിൻ്റെ അസ്ല് എന്ന് പറയുന്നത്. ഈ 3 കാര്യം ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, 1 അല്ലാഹും റസൂലും മഹബ്ബാകുക, 2 ഏത് വസ്തുവിനെ ആശ്രയിക്കുന്നു അതെല്ലാം ലില്ലാഹിക്കാകുക, ഓൻ്റെ ഗുണത്തിന് വേണ്ടിയോ അവനിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചു കൊണ്ടോ അല്ല. അതുപോലെ കുഫ്റാണ് അവനെ എല്ലാ നിഅമത്തിനെയും തടയുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് അവനക്ക് വെറുപ്പമായി കഴിഞ്ഞാൽ പിന്നീട് അല്ലാഹു തആല കൽപ്പിച്ചത് മാത്രമേ അവനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ആ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ നിയമങ്ങൾ 100% അംഗീകരിച്ചുകൊണ്ട് അത് വലിയ മധുരമായി ലഭിക്കും. ഇതാണ് അതിൻ്റെ കാരണം. പിന്നീട് ഇവിടെ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു ഹദീസ് പറഞ്ഞാലേ തിരിയുള്ളൂ. ഹദീസിലുള്ള പ്രയോഗത്തിലുള്ള ചർച്ചകളാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ വെച്ചിട്ട് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, സഹാബിയാണ്. ഒരു മനുഷ്യൻ അന്ന റജുലൻ ഖതബ ഇൻദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വെച്ചിട്ട് ഒരു മനുഷ്യൻ ഖുത്ബ ഓതി. വഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മൻ യുതിഇല്ലാഹ വറസൂലഹ ഫഖദ് റശദ വമൻ യഅസിഹിമാ ഫഖദ് ഗവാ. വളരെ ചിന്തിക്കണം.
ഖുത്ബയിൽ അദ്ദേഹം പറയാണ്, അള്ളാഹുവിനിക്കും റസൂലിനിക്കും ആരെങ്കിലും അനുസരിച്ചാൽ ഫഖദ് റശദ, അവൻ ഹിദായത്തായവനായി റുഷ്ദുള്ളവനായി മാറി. വമൻ യഅ്സിഹിമാ, അവർ രണ്ടാൾക്കും ആരെങ്കിലും അവർ രണ്ടിനിക്കും ആരെങ്കിലും മാറുകാട്ടിയാൽ ഫഖദ് ഗവാ, അവൻ പരാജയപ്പെട്ടവനായി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബിസൽ ഖതീബു അൻത, വളരെ മോശമായ ഖതീബ് അത് നീയാണ്. ഖുത്ബോദിയോട് പറയാണ്, വളരെ മോശമായ ഖതീബ് അത് നീയാണ്. ബിസൽ ഖതീബു അൻത ഖുൽ വമൻ യഅ്സില്ലാഹ വറസൂല ഫഖദ് ഗവാ, നീ പറ, വമൻ യഅ്സില്ലാഹ വറസൂലഹു, അള്ളാഹുവിനിക്കും അള്ളാഹുവിൻ്റെ റസൂലിനിക്കും എന്ന് തിരിച്ച് പറയ്. വമൻ യഅ്സിഹിമാ, അവർ രണ്ടാൾക്കും, അത് രണ്ടിനിക്കും എന്നുള്ള പ്രയോഗം പ്രയോഗിക്കല്ല. അള്ളാഹുവിനോട് കൂടെ കൂട്ടി റസൂലിനെ ഒപ്പം പറയല്ല, വേർതിരിച്ച് പറയും. അള്ളാഹും റസൂലും എന്ന് വേർതിരിച്ച് പറയണം. വമൻ യഅ്സിഹിമാ എന്ന് പറഞ്ഞതുകൊണ്ട് നീ മോശപ്പെട്ട ഖതീബാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത 870-ാമത്തെ ഹദീസായിട്ട് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. ഇവിടെ മഹാന്മാരായ നമ്മുടെ ശാരിഹ്യങ്ങൾ ഫത്ഹുൽ ബാരി, ഐനി, അതുപോലെയുള്ള നബി ഇമാം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നിടത്ത് മുഫസ്സിരീങ്ങൾ എല്ലാവരും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ഹദീസിൽ എന്താ പറഞ്ഞത്? ഹദീസ് ഒന്ന് വായിച്ച് നോക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. വളരെ ചിന്തിക്കണം. ഹദീസ് നോക്ക്. വയുഹിബ്ബൽ അൻ യകൂന അല്ലാഹു റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹും റസൂലും അവനിക്ക് അഹബ്ബാവണം. ആരേക്കാൾ? മിമ്മാ സിവാഹുമാ, ലമീർ മടങ്ങണ് അള്ളാഹിലേക്കും റസൂലിലേക്കാൾ, അവർ രണ്ടാളും അല്ലാത്തതിനേക്കാൾ. അവിടെ എന്ത് ചെയ്തില്ലേ? സിവാഹുമാ ജുമ്മയിലെ ഒരേ ലമീർ റസൂലിനെ കൊണ്ടുവന്നില്ല, അള്ളാഹി റസൂലിനെയും. ഇതാ ചോദ്യം. ഖതീബ് വമൻ യഅ്സിഹിമാ എന്ന് പറഞ്ഞപ്പോൾ വളരെ മോശപ്പെട്ട ഖതീബാണ്. വമൻ യഅ്സില്ലാഹ വറസൂലഹു എന്ന് പറയും. ഇവിടെ എന്തേ റസൂലുള്ളാഹി തങ്ങള് മിമ്മാ സിവല്ലാഹി വറസൂലിഹി എന്ന് പറയാതിരുന്നത്? അതുപോലെ പരിശുദ്ധ ഖുർആനിൽ കാണാം, എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ സദസ്സിലും നാം ഓതുന്ന സലാത്തിന്റെ ആയത്ത്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി, ഇന്നല്ലാഹ അല്ലാഹു തആലയും വറസൂലുഹു വമലായികതഹു അല്ലാഹുവിന്റെ മലക്കുകളും യുസല്ലൂന അവർ സലാത്തിലും, അവരാരാ? അല്ലാഹും അല്ലാഹുവിന്റെ മലക്കുകളും. അവിടെ യുസല്ലൂന എന്നുള്ളത് ലമീർ മടങ്ങ് മലായികത്തുക്കും അല്ലാഹുവിലേക്കും അല്ലേ? അവിടെയും അള്ളാഹിനെ മറ്റു ആയത്തോട് കൂട്ടി പറഞ്ഞില്ലേ? അങ്ങനെ കുറെ ഹദീസുകൾ അങ്ങനെ കാണാം. അപ്പൊ നിബിതങ്ങൾ സ്വഹാബി ചെയ്തപ്പോൾ നിബിതങ്ങൾ വിമർശിച്ചു എന്നും അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഹദീസിൽ, ഈ ഹദീസിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ മിമ്മാ സിവാഹുമാ എന്ന് പറഞ്ഞു. അത് പരസ്പര വൈരുദ്ധ്യമല്ലേ എന്നതാണ് ചോദ്യം. അതിലേക്ക് മഹാന്മാർ ധാരാളം മറുപടി പറഞ്ഞിട്ടുണ്ട്. ഫത്ഹുൽ ബാരി കുറേ മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അൽ ഇഹാലത്തു അലല്ലാഹ് എന്ന കിതാബിൽ ഹദീസിൽ ഖുർആനിൽ യുസല്ലൂന എന്ന് പറഞ്ഞു കൊടുത്ത് വിശദമായ ചർച്ചയോടെ ചെയ്യുന്നുണ്ട്. അൽ ഇഹാലത്തു അലല്ലാഹ് ബിസ്സലാത്തി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ധാരാളം മറുപടികളുണ്ട്. അതിൽ പറഞ്ഞതായ ഒന്ന് ഇമാം നവവി അടക്കം പറഞ്ഞവർ, ഇമാം ശറഹ് മുസ്ലിം അടക്കം പറഞ്ഞ മറുപടി ചുരുക്കം പറഞ്ഞ മറുപടി ഒന്നാമതൊരു മറുപടി, കുറേ മറുപടി ഉണ്ട്. അല്ല ഇമാം നവവി അടക്കമുള്ള ഫത്ഹുൽ ബാരി മറ്റുള്ള എല്ലാവരും പറഞ്ഞ മറുപടി ഒന്ന് ഖുത്ബയിലാണ്. ഖുത്ബയിലാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ റസൂലിനെ വർണ്ണിക്കുമ്പോൾ അത് വളരെ വ്യക്തമായി പറയേണ്ടതാണ്. അവിടെ ചുരുക്കി പറയേണ്ട ആവശ്യമില്ല ഘട്ടമല്ല. ഹദീസിലാണെങ്കിൽ ഈ ഹദീസിലുള്ള ലക്ഷ്യം ആശയമാണ് ഇവിടെ ലഫ്ദിനേക്കാളും പ്രധാനം.
അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശയം കിട്ടാൻ വേണ്ടി മാസിമാഹുമ എന്ന് പറഞ്ഞതാണ്. അതാണ് അധിക മഹാന്മാരും പറഞ്ഞ മറുപടികൾ. വേറൊരു മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് അങ്ങനെ പറയാം, റസൂലുള്ളാഹ്ക്കും പറയാം. അത് ഖുസൂസിയത്താണ്, റസൂലുള്ളാഹിന്റെ ഖുസൂസിയത്താണ്. റസൂലുള്ളാഹിനെ അല്ലാഹുവിനെ കൂടി പറയാം. കാരണം അല്ലാഹുവിന്റെ റസൂല് അല്ലാഹും ഞാനും എന്ന് പറഞ്ഞതോടത്ത് ഹുമാ എന്ന് ഞാനും അല്ലാഹും റസൂലും എന്ന് പറഞ്ഞോടത്ത് ഒരാൾക്കും റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹുവിനോട് തുല്യനാണ് എന്ന് തോന്നുന്ന ഒരു സാഹചര്യം അവിടെ വരുന്നില്ല. കാരണം റസൂലുള്ളാഹി എപ്പോൾ റസൂലുള്ളാഹിക്ക് ഏതായാലും തോന്നൂല, കേൾക്കുന്നവർക്കും തോന്നൂല. കാരണം റസൂലുള്ളാഹി എപ്പോഴും അബ്ദുല്ലാ എന്ന് പറയുന്നവരാണ്. നേരെ മറിച്ച് സാധാരണക്കാർക്ക് പറയുമ്പം അള്ളാഹും റസൂലും ഒരേ സ്ഥാനത്താണ് എന്നുള്ള ഒരു ധാരണ ഉദ്ധരിക്കാൻ പറ്റുന്നത് കൊണ്ട് സാധാരണക്കാർക്ക് അത് പറയാൻ പാടില്ല. അള്ളാഹ് പറഞ്ഞോട്ടെ അള്ളാഹിന് ഇഷ്ടമല്ലേ, റസൂല് പറഞ്ഞോട്ടെ ഖുസൂസിയത്തല്ലേ, മറ്റുള്ളവരാണ് ഉപയോഗിക്കാൻ പാടില്ല. അതാണ് രണ്ടാമത്തെ മറുപടി. മൂന്നാമത്തെ മറുപടി ധാരാളം 8-10 മറുപടികളുണ്ട്. അത് ഫത്ഹുൽ ബാരി പറയുന്നു, വമിൻ മഹാസിനിൽ അജ്വിബത്തി ഫിൽ ജമ്മി ബൈന ഹദീസിൽ ബാബി വഖിസ്സത്തിൽ ഖതീബി. ഖതീബിന്റെ കിസ്സയിൽ നിഅമൽ ഖതീബു അൻത എന്ന് പറഞ്ഞതിൻ്റെയും ഈ ഹദീസിൽ സിവാഹുമ എന്നതിൽ രണ്ടാളും ലമീർ ഉപയോഗിച്ചതിൻ്റെയും ഇടയിൽ യോജിപ്പിക്കാൻ ഏറ്റവും നല്ല മറുപടി അന്ന തസ്നിയത്തുൽ ലമീരി ഹുനാ ലിൽ ഈമായി അന്നൽ മുഅ്തബറ ഹുവൽ മജ്മൂഉൽ മുറക്കബ് മിനൽ മഹബ്ബത്തൈൻ ലാ കുല്ലു വാഹിദത്തിൻ മിൻഹുമാ ഫഇന്നഹാ വാഹിദഹാ ലാഗിയത്തുൻ ഇദാ ലം തർതബിത് ബിൽ ഉഖ്റാ فمن يدعي حب الله مثلا ولا يحب رسوله لا ينفعه ذلك. എന്താ മറുപടി ചുരുക്കം? ഏറ്റവും നല്ല മറുപടി എന്ന് പറഞ്ഞിട്ട് ഫത്ഹുൽ ബാരി പറയുന്ന നല്ല മറുപടി തന്നെയാണ്. ഇവിടെ അള്ളാഹുവും റസൂലിനെയും ഒരാൾ സ്നേഹിക്കണം. അള്ളാഹു റസൂൽ അവനിക്ക് ആവണം എന്താണ്? അഹബ്ബ ഇലൈഹി, അവനിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാവണം. മിമ്മാ സിവാഹുമാ, അള്ളാഹും റസൂലും ഒരുമിച്ച് അള്ളാഹും റസൂലും അല്ലാത്ത മറ്റുള്ള എല്ലാത്തിനേക്കാളും അള്ളാഹും റസൂലും ഉള്ളത് അല്ലാത്തതിനേക്കാൾ ജമ്മു ചെയ്തിട്ടുള്ള മീറിൽ ജമ്മിയനെ തേടും. അപ്പം എന്താർത്ഥം വെക്കണം? അള്ളാഹിനെ മാത്രം ഒരാൾ ഏറ്റവും സ്നേഹിച്ചു, ഇനി റസൂലിനെ മാത്രം കൂടുതൽ സ്നേഹിച്ചു. അള്ളാഹു അഹബ്ബായി റസൂൽ അഹബ്ബായില്ല, അല്ലെങ്കിൽ റസൂൽ അഹബ്ബായി അള്ളാഹു അഹബ്ബായില്ല. അത് രണ്ടും പരിഗണിക്കൂല, രണ്ടും ജമ്മ് ചെയ്യണം. ലമീറിൽ ജമ്മ് ചെയ്തതുപോലെ രണ്ടാളുടെയും മഹബ്ബത്ത്, അള്ളാഹുവിൻ്റെ മഹബ്ബത്തും റസൂലുള്ളാഹിൻ്റെ മഹബ്ബത്തും ഇവൻ്റെ മനസ്സിൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ മികച്ചതാകുമ്പോൾ രണ്ടും തുല്യമായ മഹബ്ബത്തായി വരണം എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ ജമ്മ ചെയ്തത്. എന്ന് പറഞ്ഞോടത്ത് അങ്ങനെയുള്ള ജമ്മിയത്തിന്റെ വിഷയം വരുന്നില്ല. അള്ളാഹ് കൽപ്പിച്ചതിൽ അള്ളാഹു തആലാനക്ക് മാറുകാട്ടണം. എന്നല്ലേ റസൂലുള്ളാഹി കൽപ്പിച്ചതിൽ റസൂലുള്ളാഹിക്ക് മാറുകാട്ടണം. അങ്ങനെ പറയേണ്ടത്. അള്ളാഹു തആല ഇതെല്ലാം കൽപ്പിച്ച കാര്യത്തിലുണ്ടോ? അത് ഏതെങ്കിലും ഒന്നിൽ അള്ളാഹു തആല കൽപ്പിച്ച ഏതെങ്കിലും കാര്യത്തിൽ അള്ളാഹ്ക്ക് മാറുകാട്ടിയാൽ, റസൂല കൽപ്പിച്ച ഏതെങ്കിലും കാര്യത്തിൽ റസൂലുള്ളാഹിക്ക് മാറുകാട്ടിയാൽ ഫഖദ് വവാൻ പേച്ചു പോയി. അവിടെ രണ്ടാളും കൂടിയും കൽപ്പിച്ചതിലേന്ന് പറ്റൂല. മഹബ്ബത്തിന്റെ വിഷയത്തിൽ അള്ളാഹു തആലാനെയും റസൂലിനെയും ജമ്മ് ചെയ്യണം. അള്ളാഹുവോട് എനിക്ക് വലിയ സ്നേഹമാണ്, റസൂലിനോട് സ്നേഹമില്ല എന്ന് ഇബ്നു സീന പറഞ്ഞതുപോലെ റസൂലുള്ളാഹി ഞാൻ അംഗീകരിക്കൂല, അതാ ഇബ്നു സീന പറഞ്ഞത്. അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എനിക്ക് സ്നേഹമുള്ളൂ, അള്ളാഹിനെ പറ്റി എനിക്ക് റസൂൽ പറയുന്ന അറിവല്ലേ ഉള്ളൂ, റസൂൽ അള്ളാഹിനെ പറ്റി എനിക്ക് അറിയിട്ടൊന്നും അറിയില്ല, അതുകൊണ്ട് അള്ളാഹ് എനിക്ക് സ്നേഹമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, സ്നേഹങ്ങൾ ഒരാൾക്ക് ഓരോരുത്തർക്കും പല രൂപത്തിലാണ്.
ഒന്ന് അള്ളാഹനെ റസൂലുള്ളാഹിനെ വ്യക്തിപരമായി സ്നേഹിച്ചുകൊണ്ട് അള്ളാഹനെ സ്നേഹിച്ചോളണമെന്നില്ല, അള്ളാഹനെ സ്നേഹിച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ സ്നേഹിച്ചോളണമെന്നില്ല. പക്ഷേ ഹലാവത്തിൽ ഈമാൻ ലഭിക്കണമെങ്കിൽ, പൂർണ്ണ മൂമിനാവണമെങ്കിൽ അള്ളാഹുവിനെയും റസൂലിനെയും ഒരുപോലെ സ്നേഹിക്കണം. സ്നേഹത്തിന് അപ്പുറം അതിൽ കടക്കുന്നില്ല ഉണ്ടാവരുത്. അഹബ്ബായി വരണം, അതിൽ ജമ്മിയത്ത് വേണം. അതുകൊണ്ടാണ് ഇവിടെ ഹുമ എന്ന് പറഞ്ഞത് എന്ന് മറുപടി പറയാം. വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കുറേ വാക്കുകൾ ഈ ഹദീസ് തന്നെ വിശദീകരിക്കേണ്ട കുറേ വാക്കുകളുണ്ട്. അത് ശറഹുകൾ നോക്കി മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.